ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഒരു മേജർ പാച്ച് വർക്കുള്ള ഒരു വണ്ടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ഇന്നോവ തന്നെയാണ്. അപ്പോൾ വണ്ടി വന്നപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്ത് പാച്ച് വർക്ക് മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എത്തിയപ്പോൾ മനസ്സിലായി അതിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ പോയിരിക്കുകയാണെന്നും പിന്നെ അതിൻ്റെ വീലാർച്ചയിലും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഡിക്കിയുടെ ഭാഗമൊക്കെ മുന്നേ വണ്ടി ഇടിച്ചതിന് ശേഷം കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ, അതായത് പണി ക്ലിയർ ആവാണ്ട് റസ്റ്റ് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ആ വണ്ടീനെ ക്ലിയർ ചെയ്ത് ഒരു നല്ല കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കാണിച്ചത് ഈ ഒരു കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബിഫോർ ഷോട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. വർക്ക് തുടങ്ങിയ ശേഷമാണ് ആ വണ്ടിയുടെ വീഡിയോസ് ഞങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അവിടെ തുടങ്ങി കാണാം. വണ്ടി പാച്ച് വർക്കിന് കയറ്റി നമ്മൾ പാർട്സുകളെല്ലാം റിമൂവ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തുടങ്ങിയുള്ള ഭാഗങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വണ്ടി പാച്ച് വർക്കിൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിരിക്കും. അങ്ങനെ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷം പിന്നീട് കസ്റ്റമറോട് നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ബാക്കിൽ ഡിക്കി എന്തായാലും റീപ്ലേസ് ചെയ്യണം. നിങ്ങൾ കണ്ടിരിക്കും, എന്തായാലും റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സൈഡ് ഡോറ് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഡോറും റീപ്ലേസ് ചെയ്യണം. ഇപ്പോൾ കസ്റ്റമറോട് സംസാരിച്ചു എങ്ങനെയാണ് ബാക്ക് ഡിക്കിയും ഡോറും നമുക്ക് അഡീഷണൽ ആയിട്ട് 20,000 നമ്മൾ പാച്ച് വർക്കിൻ്റെ എമൗണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കൂടാണ്ട് നമുക്ക് ബാക്കിൽ ഡിക്കി അതുപോലെ തന്നെ ഡോറ് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഓക്കെ, എൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് ആ ഒരു വണ്ടി വർക്ക് ചെയ്ത് ഫുള്ളായിട്ട് എടുക്കാനായിട്ട്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതെല്ലാം ചെയ്തോളാം. കസ്റ്റമർ നമുക്കൊരു അപ്രൂവൽ തന്നു. അപ്പോൾ തന്നെ നമുക്കൊരു ഇതായി ഓക്കെ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം തുടർന്നു കേട്ടോ. उसमें क्या क्या किया? इसमें सबसे पहले हमने हवा मार के इसको क्लीन किया है. उसके बाद सर्फ वाला पानी से हमने इसको वॉश किया है, पूरा A to Z वॉश करके. उसके बाद हमने सैंडिंग किया है. हालांकि 150 का है, लेकिन इसमें हमें पहले डेंटिंग करा लेना चाहिए था, लेकिन डेंटर के पास टाइम नहीं था, इसीलिए हमने पहले सेंडिंग कर दिया ताकि हमारा टाइम कम से कम में हो जाए. अभी डेंटर लोगों को बोलेंगे थोड़ा डेंटिंग कर देगा, फिर पुट्टी अप्लाई करेंगे. അങ്ങനെ നമ്മുടെ വണ്ടി ബൂത്തിൽ കയറി കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മേലേക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം ലെക്സസ് പേൾ വൈറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ലെക്സസ് പേൾ വൈറ്റ് അടിച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ലെക്സസ് പേൾ വൈറ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞങ്ങളൊരു എസ്റ്റിമേറ്റ് ഒന്നുകൂടി നമ്മളൊന്ന് നോക്കി. ഇതുവരെ നമ്മൾക്ക് എത്ര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ 2 ലക്ഷം രൂപ കസ്റ്റമർ നമുക്ക് ബഡ്ജറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറോട് നമ്മൾ അതുവരെയുള്ള ആ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ 2 ലക്ഷം നമുക്ക് ആയിട്ടില്ല. അപ്പോൾ കസ്റ്റമറെ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് സീറ്റ് വർക്ക്, ഫ്ലോർ മാറ്റിങ്, ഫ്ലോർ അപ്രോച്ച് കോട്ടിങ്, അങ്ങനെ ബാക്കിൽ LED
ഡി അങ്ങനെയൊക്കെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ചെയ്യാം. ആ ഒരു ബഡ്ജറ്റിലേക്ക് നിങ്ങൾ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ഇങ്ങനെയുള്ള ഫൈനൽ ചെയ്തിട്ട് തീർക്കാനും പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ പറയുന്ന പ്രകാരം 2 ലക്ഷം താഴെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം, അല്ലെങ്കിൽ 2 ലക്ഷം ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സീറ്റ് വർക്കും കാര്യങ്ങളും ഫ്ലോർ മാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കസ്റ്റമർ വിളിച്ച് സംസാരിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഓക്കെ സീറ്റ് വർക്ക് ചെയ്തോളൂ, ഫ്ലോർ മാറ്റിങ് ചെയ്തോളും, പോർച്ച് കോട്ടിങ് ചെയ്തോളൂ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് 2 ലക്ഷം ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ചെയ്തോളാം കസ്റ്റമർ അങ്ങനെ പറഞ്ഞു. ഒരു ശനിയാഴ്ച ദിവസം കസ്റ്റമർ വണ്ടി ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ശനിയാഴ്ച ദിവസം നമുക്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ കസ്റ്റമർ വന്ന് കൊണ്ടുപോയത് തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി നമ്മൾ ഫൈനൽ സ്റ്റേജും കാര്യങ്ങളിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഫൈനൽ ഷോട്ടും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അതൊക്കെ മുമ്പ് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളൊക്കെ പോവാം. നിങ്ങൾ വണ്ടി കൊണ്ടുവന്നപ്പോൾ ഉള്ള അവസ്ഥ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ കൊണ്ടുവന്നപ്പോൾ നമ്മൾ നോർമലി നോക്കുമ്പോൾ ഒരു വൈറ്റ് കളർ ഇന്നോവ എന്ന് തോന്നുള്ളൂ. പക്ഷേ അതിൻ്റെ അഴുക്കിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അത് കസ്റ്റമർക്ക് അറിയാം, നമ്മൾ നിരവധി വ്ളോഗുകളിൽ നമ്മളത് കാണിച്ചിരുന്നു. ഏകദേശം 4 മാസത്തിൻ്റെ അടുത്തെങ്ങാണ്ടും നമുക്ക് ടൈമും വന്നു കേട്ടോ. പാച്ച് വർക്കുള്ള വാഹനങ്ങൾ നമ്മൾ ഏത് വണ്ടി ആയാലും ടൈം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ടി വരും. പാച്ച് വർക്ക് ഇല്ല വണ്ടി പെയിൻറ്റിങ് മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്കൊരു വണ്ടി ഇവിടെ കംപ്ലൈൻറ്റ് വണ്ടി വന്നിട്ടുണ്ട്. അതായത് വേറെ ആൾ പെയിൻറ്റിങ് ചെയ്തിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടി. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് എന്തായാലും സമയം നമുക്ക് എന്തായാലും നോക്കേണ്ടി വരും. കാരണം അങ്ങനെയുള്ള വണ്ടികൾ വേറെ ആൾ പണിതിട്ട് അടക്കാൻ വേണ്ടി കംപ്ലൈൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ ആ വണ്ടിക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ഒന്നേന്ന് തുടങ്ങി നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിന് സമയം കാര്യങ്ങൾ എന്തായാലും എടുക്കും. ഒരു 4 മാസം സമയം നമുക്ക് ഈ ഒരു വണ്ടിക്ക് വന്നെന്ന് പറയുന്നത് അത്ര വലിയ ടൈം അല്ല, എന്നാലും ആ ഒരു ടൈം. എന്നാൽ ഫുൾ ടൈം നമുക്ക് ഈ വണ്ടി വർക്ക് ചെയ്തിട്ടല്ല കേട്ടോ 4 മാസം വന്നതാണത്. പക്ഷേ നമുക്ക് മറ്റുള്ള വാഹനങ്ങളൊക്കെ ഗാരേജിലുണ്ടല്ലോ, ഈ ഒരു വണ്ടി മാത്രമല്ല മറ്റുള്ള വാഹനങ്ങളൊക്കെ കിടക്കുമ്പോൾ ആ വാഹനങ്ങളുടെയും അതേപോലെ ഈ വാഹനങ്ങളുടെയും വർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ എടുക്കുന്ന സമയം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ഷോട്ടും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it. And I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring. I just want a life that is worth every day exploring. My whole life I just wanted someone who would notice me. My whole life I just wanted to be somebody to be. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, 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 I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, 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 yeah. This is a statement to appreciate all that is vacant. It's just for the taking. If you make up your mind, you can take it. I'm never complacent. I would work in a mansion or basement. Yeah, there's no replacement for persistence. It's a patience. Yeah, in this life, I wanna be soaring, to feel sun inside when it's pouring, and I'll fight till anxiety is foreign. I'm so sick of my mind's extortion. My whole life I just wanted someone who would notice me. My whole life I just wanted to be somebody to be. Yeah, I just wanna be great.